ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഓണ സ്പെഷ്യൽ ഇഞ്ചിക്കറി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റിയായ ഒരു ഇഞ്ചിക്കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കോളൂ. ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് വലിയ 2 കഷ്ണം ഇഞ്ചിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ചെറുതായിട്ട് ചീവി അരിഞ്ഞു വെച്ചേക്കുവാണ്. അതാണ് നമുക്ക് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാൻ എളുപ്പമുള്ളത്. കണ്ടില്ലേ, ഏതാണ്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിലിട്ട് മൂപ്പിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മൂത്ത് വരും. അല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും അത് മൂത്ത് വരാനായിട്ട്, ഒത്തിരി താമസം എടുക്കും. അതുപോലെ തന്നെ ഒരു 15 ചെറിയ ഉള്ളി അരിഞ്ഞത് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വാളംപുളിയാണ്. ആ പുളി വെള്ളത്തിലിടാനായിട്ട് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിനുള്ള എടുത്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പിലയും 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് പൊടികളാണ്. ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമ്മളൊന്ന് നിരത്തി കൊടുത്തിട്ട് പിന്നെ ഒരു 2 മിനിറ്റ് അത് ഇളക്കാതിരിക്കാമെങ്കിൽ പെട്ടെന്ന് അടിവശം മൂത്ത് വരും. അതിനുശേഷം അത് നല്ലപോലെ ഇളക്കിയിട്ട് ഒന്നിച്ച് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ എല്ലാ ഇഞ്ചി ഒരുപോലെ മൂത്ത് വരാനായിട്ട് ശ്രദ്ധിക്കണം. ഇഞ്ചിയൊക്കെ മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പുളിക്കകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് കുതിർന്ന് വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ ഇഞ്ചി ഉള്ളിയൊക്കെ മൂത്ത് വരുമ്പോഴത്തേനും അത് കുതിർന്ന് വരും. അപ്പോൾ ഇഞ്ചിയൊക്കെ മൂക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ്ട് കണ്ടില്ലേ, ഈ ഒരു പരുവാകുമ്പോഴത്തേനും നമ്മൾ ഫ്ലെയിം അങ്ങ് കുറച്ച് വെക്കണം. എന്നിട്ട് ചെറിയ തീയിലിട്ട് അത് മൂപ്പിച്ചെടുക്കണം. അല്ലാതെ നമ്മൾ തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇഞ്ചിക്കറിയുടെ ടേസ്റ്റ് മൊത്തത്തിൽ മാറും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാതെ തീ കുറച്ചിട്ട് മൂപ്പിച്ചെടുക്കും. ഇവിടെ ഇഞ്ചിയൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. എല്ലാം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട്. ഇഞ്ചി മൂപ്പിച്ച എണ്ണയിലേക്ക് തന്നെ ഉള്ളി അരിഞ്ഞതോടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി മൂപ്പിച്ചെടുത്തതുപോലെ തന്നെ നമ്മൾ ഒന്ന് പകുതി മൂപ്പായി കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ട് ഇതുപോലെ മൂപ്പിച്ചെടുക്കണം. അത് ഉള്ളിയെല്ലാം ഒരുപോലെ തന്നെ മൂത്ത് വരികയും വേണം. നല്ല ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേന് ഇറക്കി വെക്കാം. ഉള്ളിയെല്ലാം മൂത്ത് വന്നത് ഞാനിങ്ങനെ കോരി മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. എണ്ണയിലേക്ക് പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പച്ചമുളകും കറിവേപ്പിലയും നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഉള്ളി മൂപ്പിച്ചെടുത്തതിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ ഈ കറിവേപ്പിലയും പച്ചമുളകും കൂടെ മൂപ്പിച്ചതും ഇട്ട് കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് തണുത്ത് വരട്ടെ. ഇഞ്ചി ഉള്ളിയെല്ലാം മൂത്ത് വന്നതെല്ലാം നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 ഓരോ ബൗളിലാക്കി ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ നമ്മൾ മൂപ്പിച്ചത് ആദ്യമേ തന്നെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഏതാണ്ട് ഈ ഒരു പരുവത്തിൽ അത് ഇത്രയും കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതേ ജാറിലേക്ക് തന്നെ നമുക്ക് ഇഞ്ചി കൂടെ പൊടിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്. ചെറിയൊരു തരിയോടുകൂടി തന്നെ പൊടിച്ചെടുക്കണം. അതാണ് കണ്ടില്ലേ, ഇതേ ഒരു പരുവത്തിനാണ് പൊടിച്ചെടുക്കാൻ. ഇനി നമുക്ക് ഇഞ്ചിക്കറി വെക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പിലേക്ക് വെക്കാം. അപ്പോൾ നമ്മൾ ഇതൊക്കെ വറുത്തെടുത്തതിൻ്റെ ബാലൻസ് തന്നെ ഉണ്ടായിരുന്നല്ലോ, ആ എണ്ണ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് മൂത്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് പൊടികളൊക്കെ എടുത്ത് വെക്കാം. ഞാനിത് 2 സ്പൂൺ മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും. ഇത്രയാണ് പൊടികളായിട്ട് എടുത്തിട്ടുള്ളത്. ഞാൻ ഉണ്ടാക്കുന്ന ഇഞ്ചിക്കറിക്ക് മല്ലിപ്പൊടി ഇടാറില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുള്ളൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന പൊടികൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി ആ പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ പുളി എടുത്ത് വെച്ചിരുന്നില്ലേ, അത് പിഴിഞ്ഞതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ അതൊന്ന് തിളപ്പിക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും കൂടെ അരച്ച് വെച്ചിരുന്നില്ലേ, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചിക്കറിക്ക് ആവശ്യമായ ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. ഇനി നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് പാകമെന്ന് നോക്കിയതിന് ശേഷം ഇതൊരടപ്പ് വെച്ച് അടച്ച് നല്ലപോലെ തിളപ്പിച്ച് പറ്റിച്ചെടുക്കാം. 2-3 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും അടപ്പ് തുറന്ന് നമുക്ക് 1 സ്പൂൺ ശർക്കരപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. തോനെ ശർക്കര ഇട്ട് കൊടുക്കരുത്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് നല്ലപോലെ വറ്റിച്ചെടുക്കാം. ഇപ്പോഴും കണ്ടില്ലേ, നമ്മുടെ ഇഞ്ചിക്കറിയൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി അല്പനേരം കൂടി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ആ എണ്ണയൊക്കെ നല്ലപോലെ ഒന്ന് തെളിഞ്ഞു വരും. ഇഞ്ചിക്കറിയുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നപ്പോഴേക്ക് അത് തണുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമുക്കിനി അത് ഒരു ഭരണിയിലേക്ക് മാറ്റി വെക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.